മലബാർ സ്വതന്ത്ര സുറിയാനി സഭ മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാവയ്ക്ക് സ്വീകരണം നൽകി. കാട്ടുമങ്ങാട് പരിശുദ്ധ അബ്രഹാം കൂർലോസ് ബാവായുടെ 223ാമത് ഓർമ്മപ്പെരുന്നാളിന്റെ ഭാഗമായാണ് ശ്രേഷ്ഠ ബാവയ്ക്ക് സ്വീകരണം ഒരുക്കിയത്. ബുധനാഴ്ച വൈകിട്ട് സഭ ആസ്ഥാനം തൊഴിയൂർ സെന്റ് ജോർജ് ദേവാലയത്തിലേക്ക് എത്തിയ ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവയ്ക്ക് സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പോലീത്ത, സഭാ വൈദിക ശ്രേഷ്ഠർ, സഭാ ഭാരവാഹികൾ എന്നിവർ ചേർന്ന് ബാവയെ പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു. ദേവാലയത്തിലേക്ക് പ്രവേശിച്ച ശ്രേഷ്ഠ ബാവയ്ക്ക് കത്തിച്ച മെഴുകുതിരി നൽകി. വിശുദ്ധ മദ്ബഹായിലും പരിശുദ്ധനായ മോർ കൂർലോസ് ബാവായുടെ കബറിങ്കിലും ധൂപ്രാർത്ഥന നടത്തി. തുടർന്ന് നടന്ന സ്വീകരണ യോഗത്തിൽ സിർമാർ ബസേലിയസ് മെത്രാപ്പോലിത്ത അധ്യക്ഷനായി. യാക്കോബായ സഭയുടെ തൃശൂർ ബദ്രാസ് അധിപൻ കുര്യാക്കോസ് മാർ ക്ലീമീസ് മെത്രാപ്പോലിത്ത, ബിലീവേഴ്സ് ഈസ്റ്റേൺ സഭയുടെ മാത്യൂസ് മാർ സിൽവാനസ് എപ്പിസ്കോപ്പ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. പരിശുദ്ധ സഭയുടെ സ്നേഹ സമ്മാനമായി മെത്രാപ്പോലിത്ത ഉപഹാരവും ശ്രീബായും നൽകി. ഭദ്രാസന ഇടവകയുടെയും വിവിധ ഭക്ത സംഘടനകളും ബാവയ്ക്ക് ഉപഹാരങ്ങൾ നൽകി. സഭാ കൗൺസിൽ വൈസ് പ്രസിഡന്റ് ഫാദർ വർഗീസ് വാഴപ്പള്ളി രചിച്ച സഭാ ചരിത്രത്തിന്റെ ഇംഗ്ലീഷ് പതിപ്പ് പുസ്തകം ശ്രേഷ്ഠ ബാവ പ്രകാശനം ചെയ്തു. സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് ആദ്യ പ്രതി ഏറ്റുവാങ്ങി. ശ്രേഷ്ഠ ബാവ സ്വീകരണത്തിന് നന്ദി പറഞ്ഞ് മറുപടി പ്രസംഗം നടത്തി. സഭാ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ കാട്ടുമങ്ങാട്ട് ബാവയുടെ മധ്യസ്ഥതയും വിശ്വാസികളെ പ്രാർത്ഥനയും സഭയ്ക്ക് ആവശ്യമാണെന്നും തൊഴിയൂരിലേക്ക് എത്തിയപ്പോൾ മുളന്തുരുത്തിയിലെത്തിയെന്ന പോലെ സ്വന്തം മണ്ണിലേക്ക് വന്ന പ്രതീതിയാണെന്നും ബാവ പറഞ്ഞു. കട്ടുപോകട്ടെ വലിയ ബാവ എന്ന് ഞങ്ങൾ ബോധവൽക്കാർ അങ്ങനെ തന്നെയാണ് ഇവിടെയും അറിയപ്പെടുന്ന ഞാൻ വിശ്വസിക്കുന്നു. സ്വന്തം മണ്ണിലേക്ക് വന്ന ഒരു പ്രതീതിയും അനുഭവമാണ്. എത്രമാത്രം പ്രയാസകരമായ വഴികളിലൂടെ സഞ്ചരിച്ച രണ്ട് പിതാക്കന്മാർ. 1700 സഭകളുമായി ആഗോളതലത്തിൽ ചർച്ചകൾ നടക്കുന്നു. മർത്തോമാ സഭയും തൊഴിയൂർ സഭയും പരിശുദ്ധ പാത്രിക്കീസ് ബാവ കൂദാശ ചെയ്ത ഊറൻ ഉപയോഗിക്കുന്ന അനുഗ്രഹവും ചരിത്ര സത്യവുമാണെന്ന് ബാവ ഓർമ്മപ്പെടുത്തി. നടക്കുന്നുണ്ട്, ആംഗ്ലിക്കൻ സഭകളുമായി ചർച്ചകൾ നടക്കുന്നുണ്ട്, മർത്തോമാ സഭയുമായി ചർച്ചകൾ നടക്കുന്നുണ്ട്. മർത്തോമാ സഭയും തൊഴിയൂർ മലബാർ ഇൻഡിപെൻഡന്റ് സിറിയൻ സഭയും ഉപയോഗിക്കുന്ന ഒരൊറ്റ മോറോനാണ്. പരിശുദ്ധ പാത്രിക്കീസ് ബാവ കൂദാശയുടെ മോറോനാണ് ഇന്നും ഉപയോഗിക്കുന്നത്. ഈ പരിശുദ്ധ സഭ ഉപയോഗിക്കുന്നത് പരിശുദ്ധനായ മോർ കൂറിലോസ് ബാവ മുളന്തിരുത്തി ഖബറടങ്ങിക്കുന്ന കൂറിലോസ് ബാവ കൊണ്ടുവന്ന മോറോനാണ്. ബുദ്ധിമുട്ടിപ്പിക്കാൻ ചിലരൊക്കെ കൈയും അരയും തലയും മുറക്കെ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചും സമാധാനം വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ പ്രസംഗിച്ചൊക്കെ മുന്നോട്ട് പോകുന്നു. കേസുകളും വ്യവഹാരങ്ങളും കൂടുതലായിട്ട് പുതിയ പുതിയ കേസുകളും ഒക്കെ വരുന്നുണ്ട്. അതിലൊന്നും ഭാരപ്പെടുന്നില്ല. ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുകയാണ്. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. കാട്ടുമങ്ങാട്ട് ബാവാമാരുടെ മധ്യസ്ഥതയും ഉണ്ടാകണം. പരിശുദ്ധനായ പരിമല തിരുമേനിയെ മലങ്കര സഭ വിഭാഗിതമില്ലാതെ ബഹുമാനിക്കുന്ന മലങ്കരയുടെ പരിശുദ്ധൻ, ആ പരിശുദ്ധന്റെ നാട്ടിൽ നിന്നുമാണ് ഈ രണ്ട് ബാവാമാരും പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി അതിശ്രേഷ്ഠമായ ശുശ്രൂഷ ചെയ്ത് ഇന്ന് ദൈവസന്നിധിയിൽ മധ്യസ്ഥരായിരിക്കുന്നത്. നമുക്ക് വിനയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. ആ പരിശുദ്ധന്റെ പ്രാർത്ഥന ഈ സഭയ്ക്കും അതുപോലെ ക്രിസ്ത്യൻ സമൂഹത്തിനും ഈ ദേശത്തിനും ഒക്കെ വലിയ അനുഗ്രഹമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരോടുമുള്ളതായ സ്നേഹവും ആദരവും കടപ്പാടും അറിയിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ സഭയിലെ വൈദികർ, ഷമ്മാശന്മാർ, സഭാ കൗൺസിൽ അംഗങ്ങൾ, വിവിധ ഇടവകയിലെ കമ്മിറ്റി ഭാരവാഹികൾ, സഭയുടെ ഭക്തസംഘടനാ ഭാരവാഹികൾ, യാക്കോബായ സഭാ വൈദികർ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ജാതിമത ഭേദമന്യേ നിരവധി വിശ്വാസികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് ബാവ സമാപന ആശീർവാദവും നടത്തി. ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുവാൻ നിങ്ങളെയും നിങ്ങളുടെ സകലത്തെയും പുറപ്പെട്ടു വന്ന ഭവനങ്ങളെയും ഇതുവരെ പാർക്കുന്നവരെയും ദൈവമായ കർത്താവ് സമാശ്വസിപ്പിക്കട്ടെ. തമ്പുരാന്റെ പറ്റമ്മയുടെയും നമ്മുടെ കാവൽ പിതാവായ മോർഗി സഹദായുടെയും പ്രത്യേക ഇന്ന് ആരുടെ ഓർമ്മയെ കൊണ്ടാടുന്ന പരിശുദ്ധനായ കൂറിലോസ് ബാവായുടെ വിലയേറിയ മധ്യസ്ഥതയാൽ കർത്താവിന്റെ കൃപ നിങ്ങളോട് കൂടെ, നിങ്ങളുടെ വാങ്ങിപ്പോയവരോട് കൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ബാൻഡ് വാദ്യവും മുത്തുകുടകളും മഞ്ഞ വർണ്ണക്കുടകളും സ്വീകരണത്തിന് അഴകായി. പരിപാടികൾക്ക് സഭാ വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് കുര്യൻ, സഭാ കൗൺസിൽ വൈസ് പ്രസിഡന്റ് ഫാദർ വർഗീസ് വാഴപ്പള്ളി, സഭാ സെക്രട്ടറി ബിനോയ് പി മാത്യു, അൽമായ ട്രസ്റ്റി ഗീവർ മാണി, ഭദ്രാസന ഇടവക സെക്രട്ടറി ബാബു സി വി എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകി.